യൂസ് ചെയ്യണ ഈ പ്ലമ്മിൻ്റെ ഒരു കംപ്ലീറ്റ് സ്കിൻ കെയർ കിറ്റിൻ്റെ റിവ്യൂ, അതിൻ്റെ ഒരു യൂസ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഉപയോഗിച്ചിട്ടെന്നൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് യൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞതിന് ശേഷം തന്നെ എനിക്ക് നല്ലോണം ഫേസിൽ കുരുവും അത് വന്നത് പോവാണ്ട് നിറച്ച് കറുത്ത പാടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആദ്യം സെർച്ച് ചെയ്തത് അതിന് വേണ്ടി എന്തൊക്കെയാണ് യൂസ് ചെയ്യുക, അത് മാറാൻ വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റുകൾ എന്തൊക്കെയാണ്, അതൊക്കെ ഞാൻ യൂസ് ചെയ്ത് അങ്ങനെയാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തത്. ഇതിൽ വന്നിട്ട് നിയാസിനമൈഡും അതുപോലെ തന്നെ റൈസ് വാട്ടറൊക്കെയാണ് കേട്ടോ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ സ്കിന്നിൻ്റെ പ്രോബ്ലം എന്താണോ അത് മനസ്സിലാക്കി അതിനെ ട്രീറ്റ് ചെയ്യാനാണ് ഞാൻ സ്കിൻ കെയർ ഐറ്റംസ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ സ്കിന്നിൻ്റെ പ്രോബ്ലം എന്താണോ അത് മനസ്സിലാക്കി അതിനെ ട്രീറ്റ് ചെയ്യാനാണ് നിങ്ങളും സ്കിൻ കെയർ ഐറ്റംസ് ചൂസ് ചെയ്യേണ്ടത്. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഡെയിലി അത് 2 പ്രാവശ്യം മോർണിംഗിലും ഈവനിങ്ങിലും നമ്മളത് ചെയ്യണം. കുറച്ചധികം നാൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. എന്നാൽ തന്നെയാണ് നമുക്കതിൽ റിസൾട്ട് ഉണ്ടാവുള്ളൂ. റിസൾട്ട് ഉണ്ടായാലോ നല്ല റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യും. നല്ല പോലെ നമുക്ക് ഡിഫറൻസ് ഉണ്ടാവും. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞാൻ പ്രോപ്പറായിട്ട് ഇപ്പോൾ സ്കിൻ കെയർ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഡിഫറൻസ് ഉണ്ട്. എൻ്റെ ഫേസിലുണ്ടായിരുന്ന ആ കുരുവും പാടുകളും എല്ലാത്തിനും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. പിന്നെ പ്രഗ്നൻ്റ് ആയതിൻ്റെ ഭാഗമായിട്ടുള്ള കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തായാലും എനിക്ക് ഉണ്ടാവും. പ്ലമ്മിൻ്റെ ഈ ഒരു കിറ്റ് ഞാൻ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഈ പ്രൊഡക്ട്സ് എല്ലാം തന്നെ തീരാനായിട്ടുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതെല്ലാം തന്നെ എൻ്റെ ഫസ്റ്റ് പർച്ചേസാണ്. അപ്പോൾ ഇത്ര നാൾ യൂസ് ചെയ്തതിൽ വെച്ചിട്ട് ഞാൻ ഇതിനെയും വാങ്ങുന്നത് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. കാരണം എല്ലാം നല്ല പ്രൊഡക്ട്സ് ആണ് കേട്ടോ. പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ടോണർ ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ അയസർ ആണെന്നുണ്ടെങ്കിലും മോയ്സ്ചറൈസർ ഒന്നും പറയാനില്ല. സൺസ്ക്രീൻ മാത്രം ഇട്ടാലും നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കുറയുന്നുണ്ട്. സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം അതിനൊന്ന് ഉണങ്ങാനായിട്ട് വിട്ട് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഫേസ് ഇങ്ങനെയായിരിക്കും. ഒരു ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലോ ഒക്കെ ഉണ്ടാവും ഫേസിൽ. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പുറത്ത് പോകാം കേട്ടോ. സോ ഇതാണ് എൻ്റെ ഒരു സ്കിൻ കെയർ കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുള്ള എൻ്റെ ഒരു ഫൈനൽ ലുക്കാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ചെയ്യുമ്പോൾ 2 നേരം തന്നെ ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക, ബെസ്റ്റ് റിസൾട്ടിന്.